ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ലോങ് ടേമിലേക്ക് സുരക്ഷിതത്വവും സമാധാനവും തരുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിൽ പലർക്കും ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചിട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾക്കിപ്പം ഒരു മാസം 20,000 രൂപ കിട്ടിയാലും 2 ലക്ഷം രൂപ കിട്ടിയാലും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിന് പുറകില് 4 സീക്രട്സ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പിശുക്കി ജീവിക്കരുത്. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് നമുക്ക് എത്ര രൂപ മന്ത്ലി ഇൻകം ഉണ്ടെന്നും ഒരു കംഫർട്ടബിൾ ലൈഫ് ലീഡ് ചെയ്യാനുള്ള നമുക്ക് എത്ര രൂപ എക്സ്പെൻസസ് ഉണ്ടെന്നുള്ളത് കംപ്ലീറ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചതിന് ശേഷം മിനിമം ഒരു 5,000 റുപ്പീസോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 10% വിച്ചർ ഇസ് ഹയർ എത്താൻ പറ്റുന്ന രീതിയിലേക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ലെവൽ എത്രയാണെന്നുള്ളതിന്റെ ഒരു ധാരണ നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യം കൊണ്ടുവരണം. ആ കംഫർട്ടബിൾ ഇൻകം ലെവൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സ്കിൽ സെറ്റ് വെച്ചിട്ട് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ സ്കിൽസ് അക്വയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു റിയലിസ്റ്റിക് പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണം. Invest in yourself and that will give the best returns. ഇനി സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ എക്സ്പെൻസസിനും എത്ര അഫോർഡബിലിറ്റി ഉണ്ടെന്നുള്ളതിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് തന്നെ വേണം. നമുക്കൊരു റെന്റ് അഫോർഡബിലിറ്റി മന്ത്ലി എത്രയുണ്ട്, എത്ര രൂപയുടെ വണ്ടി മേടിക്കാനുള്ള അഫോർഡബിലിറ്റി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്റർടൈൻമെന്റ്സിനുള്ള അഫോർഡബിലിറ്റി ഉണ്ട്, ട്രാവൽ ചെയ്യാനുള്ള അഫോർഡബിലിറ്റി ഉണ്ട്. നമുക്ക് മന്ത്ലി ഓരോ എക്സ്പെൻസസിനും എത്ര വരെ നമുക്ക് അഫോർഡ് ചെയ്യാം എന്നുള്ളൊരു ക്ലിയർ പിക്ചർ വേണം. അതിനുശേഷം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സേവിങ്സ് ഗോൾ ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ നമുക്കൊരു ഇൻകം വരുന്നു, അതിനകത്തൊന്നും പറ്റാത്ത രീതിയിലേക്കൊരു ഗോൾ വെച്ച് ഞെരുങ്ങി ജീവിച്ച് പിശുക്കി ജീവിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നോ യുവർ അഫോർഡബിലിറ്റി ആൻഡ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. അതിനുശേഷം നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ആ എമൗണ്ട് നിങ്ങളുടെ സാലറിയോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻകം മന്ത്ലി വരുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്ട് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ജോയിൻ ചെയ്ത് അങ്ങോട്ട് പോകാനുള്ളൊരു ഓട്ടോമേഷൻ നടത്തണം. നിങ്ങൾക്ക് SIP ചേരാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചിട്ടിയാണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ ചിട്ടി ചേരാം, റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചേരാം. പക്ഷെ അതിനകത്ത് റിട്ടേൺസും റിസ്ക്കും എല്ലാം അനലൈസ് ചെയ്യുന്നതൊക്കെ സെക്കൻഡറി ആണ്. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്ത് റെക്കറിംഗ് ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള എമൗണ്ട് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട്. തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മന്ത്ലി വരുന്ന ഇൻകവും നിങ്ങളുടെ എക്സ്പെൻസസും അതേപോലെ നിങ്ങൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളിപ്പം പല പല മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിട്ടേൺസ് എന്താണെന്നുള്ളതും അതിന്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതും റെഗുലർലി റിവ്യൂ ചെയ്യണം. അതായത് എടുത്തു വെച്ച് ഒന്ന് നോക്കണം. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കാണിച്ച്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ കൊളീഗ്സിനെയോ ആരെങ്കിലും കാണിച്ച് നിങ്ങളൊന്ന് റെഗുലർലി റിവ്യൂ ചെയ്യണം. ഞാൻ എൻ്റെ എക്സ്പെൻസസ് റെഗുലർലി റിവ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാൻ എല്ലാത്തിനും പല പല ക്രെഡിറ്റ് കാർഡ്സ് കീപ്പ് ചെയ്യാറുണ്ട്. ഫോർത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നിങ്ങൾക്ക് പല പല ബുക്കുകൾ വായിക്കാം. റിച്ച് ഡാഡ് പുവർ ഡാഡ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, സൈക്കോളജി ഓഫ് മണി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫിനാൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ഇംഗ്ലീഷിൽ ഇഷ്ടംപോലെ പോഡ്കാസ്റ്റുകളുണ്ട്, ഹിന്ദിയിൽ പോഡ്കാസ്റ്റുകളുണ്ട്, മലയാളത്തിൽ പോഡ്കാസ്റ്റുകളുണ്ട്. ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സസ്റ്റൈനബിൾ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 5,000 റുപ്പീസ് എവറി മന്ത് ഫോർ ദ നെക്സ്റ്റ് 20 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് 50 lakh റുപ്പീസ് ബാങ്ക് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും നോക്കണ്ട, ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇപ്പം തന്നെ ഇത് ഷെയർ ചെയ്തോ. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ.